പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തെ ആക്രമിച്ചത് എസ്ഐയും സംഘവും തന്നെ. എസ്ഐക്ക് ഗുരുതര വീഴ്ചയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ബാറിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കിയവരെ തേടി വന്ന പോലീസ് ആളുമാറി വിവാഹ സംഘത്തെ മർദ്ദിക്കുകയായിരുന്നു. 11 മണിയാകുമ്പോഴത്തേക്കും KSRTC ബസ് സ്റ്റാൻഡോളം നിൽക്കുക. അവിടെ വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് എന്താ സംഭവം, ഞങ്ങൾ സാധാരണ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ പോയി വരിക, കേരളത്തിലെ മിക്ക സ്ഥലത്തും സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഞങ്ങളിവിടെ വന്നിരിക്കുന്നു, ഒരു പ്രകോപനം കേട്ടാൽ ഒരു വണ്ടി പോലീസ് ഇങ്ങോട്ട് വരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ലാത്തി എടുത്ത് അങ്ങ് അഴിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, എന്താണെന്ന് പോലും ഞങ്ങൾക്ക് സംസാരിക്കാൻ ടൈം കിട്ടുന്നില്ല. എന്റെ വൈഫുണ്ട് കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞ ലേഡീസ് ഉണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് പോലും അവരങ്ങ് തല്ലി. ഞങ്ങൾ ഓടിപ്പോയി അങ്ങ് വീണ്. ഞാനും അവിടെ കൂടെ വീണപ്പോഴത്തേക്കിങ്ങനെ വീണടുത്ത് വെച്ച് അങ്ങ് അടിച്ചു വരിക. എന്റെ തലക്കിലടിച്ച്, വൈഫിനെ കൈക്കിലടിച്ച്, അവളുടെ കൈ എന്റെ പൊട്ടലുണ്ട്, ഷോൾഡർ പൊട്ടലുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ സത്യം എന്താ സംഭവിച്ചെന്ന് സത്യം അറിയത്തില്ല. അതേസമയം രാത്രി അടയ്ക്കാൻ നേരം മദ്യം ആവശ്യപ്പെട്ട ഒരു സംഘം ആളുകൾ വന്നുവെന്ന് ബാർ ജീവനക്കാരൻ പറയുന്നു. യുവാക്കൾ പിരിഞ്ഞു പോകാതായതോടെ പോലീസ് സഹായം തേടി. പോലീസ് വന്നതോടെ മദ്യം ആവശ്യപ്പെട്ടെത്തിയവർ ഓടിയെന്നും ബാറിലെ അക്കൗണ്ടന്റ് മിഥുൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. 7 പേരുണ്ടായിരുന്നു. എന്തോ ഇല്ല, നമ്മൾ വെളിയിലോട്ട് പോയിട്ടില്ല. പോലീസ് വരുന്ന ഇത് വെട്ടത്തിൽ കൂടെ കണ്ടേ, നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയില്ല. എല്ലാവരും അതുവഴി ഓടി. ഇപ്പൊ ഇല്ല, നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ഇല്ല, നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയില്ലല്ലോ. ആന്ന് ബിയർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നേ. ഇല്ല, പോയില്ല. ഈ കണ്ണാടി കിടന്നിട്ട് അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോലീസിനെ വിളിച്ചേ. വിവരങ്ങളുമായി CK അഭിലാൽ ചേരുന്നു. അഭിലാൽ, ഇക്കാര്യത്തിൽ പോലീസിന് SIക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നാണല്ലോ പുതിയ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? പരാതിയുമായി ഉറച്ചു നിൽക്കുകയാണോ ഈ തല്ല് കിട്ടിയവർ? ബാർ അടയ്ക്കാൻ സമയത്തേക്ക് മദ്യം ആവശ്യപ്പെട്ട ഒരു സംഘം ആളുകൾ എത്തുന്നു. അവർ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് ബാർ ജീവനക്കാർ പോലീസ് സഹായം തേടുന്നു. അക്രമി സ്വഭാവം കാണിച്ച യുവാക്കളെ തേടിയെത്തിയ പോലീസ് അവർ ഓടി മറഞ്ഞതോടുകൂടി പിന്നീട് കണ്ണിൽ കണ്ടവർക്ക് നേരെ ലാത്തിചാർജ് നടത്തുകയും വിവാഹ സംഘത്തിൽപ്പെട്ട 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് സംഭവം. ഇതിൽ മുണ്ടക്കയം സ്വദേശികളായിട്ടുള്ള ശ്രീജിത്ത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ സിതാര, ബന്ധുവായിട്ടുള്ള ഷിജിൻ എന്നിങ്ങനെ 3 പേർക്കാണ് പരിക്കേറ്റത്. ശ്രീജിത്തും ഷിജിനും ചികിത്സ കഴിഞ്ഞ് മടങ്ങിയിട്ടുണ്ട്. ശ്രീജിത്തിൻ്റെ ഭാര്യ സിതാര വീണ് പരിക്കേറ്റ്, തോളലിന് പരിക്കേറ്റ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഫീമെയിൽ വാർഡിൽ ചികിത്സയിൽ തുടരുകയാണ്. അവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മുൻപ് മാതൃഭൂമി ന്യൂസുമായി പങ്കുവച്ചു. എന്തായാലും ഈ സംഭവം ഒരു വിവാദ പശ്ചാത്തലത്തിലേക്ക് കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് പത്തനംതിട്ട SIക്കും പോലീസുകാർക്കും ഈ നടപടിയുമായി ബന്ധപ്പെട്ട് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ വന്നിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട DYSP S നന്ദകുമാർ പരാതിക്കാരിയായിട്ടുള്ള സിതാരയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷം പുറത്തേക്ക് വരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ സൂചനകളാണ് ലഭ്യമാകുന്നത്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തിന് മുൻപായി കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തലത്തിലുള്ള നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും ഇന്നലെ രാത്രി ഉണ്ടായ നടപടിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ഗ്രഹിക്കാതെ, അല്ലെങ്കിൽ അതിനുള്ള ജാഗ്രത പുലർത്താതെ പോലീസ് ലാത്തിചാർജ് നടത്തി അങ്ങനെ നിരപരാധികളായിട്ടുള്ള ആളുകൾക്ക് മർദ്ദനമേറ്റു എന്നുള്ള വിഷയമാണ്. അത് പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരാണ്, അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. DYSP കൂടി നൽകുന്ന റിപ്പോർട്ട് കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും നടപടികൾ ഉണ്ടാകുന്നത്.